നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോയിൽ ടീച്ചർ പറയാൻ ഉദ്ദേശിക്കുന്നത് +1 ഹിന്ദി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നിർജർ ഒരു കവിതയാണല്ലോ. അപ്പോൾ ആ കവിതയുടെ ആസ്വാദൻ ടിപ്പണി എങ്ങനെ എഴുതാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1 മാർക്ക് ശീർഷകത്തിന് വരും. 4 പാരഗ്രാഫായിട്ട് തിരിച്ചിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ശീർഷകം കഴിഞ്ഞാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ കവി का പരിചയമാണ്. പിന്നെ ആശയക്ക് അഭിവ്യക്തി, കവിതയുടെ ആശയം, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ എഴുതുക. 3-ാമത്തെ പാരഗ്രാഫിൽ കവിതയ്ക്ക് വിശേഷതയും, കവിതയുടെ വിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ അടുത്തത് അപ്പിന ദൃഷ്ടികോൺ എന്നാണ്, അതായത് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആസ്വാദൻ ടിപ്പണി എഴുതേണ്ടത്. നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു പാറ്റേണും ആ ഒരു രീതിയിലും അല്ല എഴുതേണ്ടത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരാറ് അല്ലേ. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ആസ്വാദൻ ടിപ്പണി. അപ്പോൾ ഓണം ക്രിസ്മസ് എക്സാമിനൊക്കെ കൂടുതലും നിർജർ തന്നെയായിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിർജറിൻ്റെ ആസ്വാദൻ ടിപ്പണി ഒന്ന് നോക്കാം. ശീർഷക് നിർജർന്ന് കൊടുക്കുക. അതിനുശേഷം फर्स्ट पैरा, निर्जर कविता रामकुमार वर्मा द्वारा लिखी गई है. वे हिंदी के प्रसिद्ध कवि, नाटककार, एकांकीकार और आलोचक थे. उनकी कविताओं में प्रकृति का मानवीकरण और गहरी भावुकता मिलती है. निर्जर उनकी एक प्रसिद्ध भावपूर्ण कविता है. सेकंड पैरा, कवि ने इस कविता में झरने को एक विरही प्रेमी के रूप में दिखाया है. निर्जर अपना ऊंचा पहाड़ी स्थान छोड़कर नीचे गिरता है, पत्थरों से टकराता है, फिर भी रुकता नहीं. वह सुनसान जंगल में चल चल करता हुआ अपने प्रेमी यानी समुद्र को खोजता है. कवि झरने से पूछता है कि तुम किसके लिए इतना कष्ट उठा रहे हो. कविता का मुख्य आशय यह है कि सच्चे प्रेम में त्याग, दृढ़ निश्चय और कभी हार न मानने का भाव होता है. जीवन में लक्ष्य पाने के लिए मुश्किलें आए तो भी आगे बढ़ने रहना चाहिए. थर्ड पैराग्राफ, कविता की सबसे बड़ी विशेषता इसका सुंदर मानवीकरण अलंकार है. प्रश्न शैली, प्रकृति चित्रण, भाषा आदि कविता की अन्य विशेषताएं हैं. कविता की भाषा सरल, सुमधुर और संगीतमय है. निर्जन वन, निर्मल निर्जर, सुमधुर स्वर जैसे शब्द कविता को सुंदर बनाते हैं. लास्ट पैरा, 4th पैराग्राफ, मुझे यह कविता बहुत अच्छी लगी क्योंकि इसमें झरने की बहादुरी दिखाई गई है. निर्जर ठोकर खाकर भी रुकता नहीं. यह बात मुझे हिम्मत देती है जब भी पढ़ाई में या खेल में मुश्किल आएगी. मैं निर्जर की तरह हार नहीं मानूंगा. कविता पढ़कर ऐसा लगता है जैसे झरना सच में हमसे बात कर रहा हो. कविता ने प्रकृति को बहुत सुंदर तरीके से समझाया है. ഈ രീതിയിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്ക് ലഭിക്കും. അപ്പോൾ നന്നായിട്ട് ആസ്വാദന ടിപ്പണി പഠിക്കുക, നല്ല മാർക്ക് നേടുക. ധന്യവാദ്.